ശേഷമാണ് ഇപ്പൊ വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ലോക്ക്ഡൌൺ ആയിരുന്നു, പിന്നെ എനിക്ക് എക്സാംസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാണ് കുറച്ച് ഡിലേ ആയി പോയത്. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, വാട്ട് ഈസ് ഇൻസൈഡ് മൈ ഹാൻഡ് ബാഗ് ഷോ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതില് ഞങ്ങൾ കുറച്ച് വെറൈറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതായത് എന്റെ ബാഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന അമ്മയാണ്, തിരിച്ച് അമ്മയുടെ ബാഗ് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ബാഗ് ഷോ എന്ന് പറയുമ്പോ തന്നെ അറിയാം അവൾക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് ബാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ പുള്ളിക്കാരിയെ കാണാൻ പറ്റത്തില്ല. പുള്ളിക്കാരി നേരെ പോകുന്നത് ബാഗ് കളക്ഷൻ എവിടെയാണോ അത് അവിടെ തന്നെ ആയിരിക്കും, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടുന്ന് പിടിച്ച് എടുത്തുകൊണ്ട് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. ഉപയോഗിക്കും, പക്ഷെ ഇഷ്ടം ഉണ്ടാവില്ലേ. എനിക്ക് ബാഗിനോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ബാഗ് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. ഓരോരുത്തർ ഡ്രസ്സിനോട് ഇഷ്ടമുള്ളവരുണ്ടാവും, അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതല്ലാണ്. അതുകൊണ്ട് എനിക്ക് ബാഗാണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് എന്റെ ഫേവറേറ്റ് ഒരു ഷോ ആണെന്ന് തന്നെ പറയാം, വാട്ട് ഈസ് ഇൻസൈഡ് മൈ ഹാൻഡ് ബാഗ് ഷോ എന്ന് പറയുന്നത്. നമുക്ക് ഡ്രസ്സിനോടല്ലേ ഇഷ്ടം? ഡ്രസ്സല്ല, ഞാൻ ബാഗ് അത്യാവശ്യം എല്ലാ സാധനങ്ങളോടും ഉണ്ട്, പക്ഷെ ഇത് കുറച്ച് ഓവറാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി നമുക്ക് ഈ ടോപ്പിക് ഇവിടെ നിർത്തുന്ന കേട്ടോ നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടിലുള്ള ഫൈറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണേണ്ടി വരും. നമുക്ക് നേരെ ഹാൻഡ് ബാഗിലേക്ക് പോവാം. ഇപ്പൊ തുടങ്ങാം. ഓക്കെ, ഹാൻഡ് ബാഗ് കണ്ടിട്ട് ആരും ഞെട്ടരുത്, കുറച്ച് ബൾക്കി ഹാൻഡ് ബാഗ്. അതിനേക്കാളും വലുതാണ്. ആക്ച്വലി എന്റെ ഫ്രണ്ട്സ് പറയാതെ എന്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്, ഭയങ്കരമായിട്ട്. പക്ഷെ എനിക്ക് ആശ്വാസം വരുന്നത് എന്റെ ബാഗാണ്, അമ്മയുടെ ബാഗാണ്. കുറച്ച് ഈ ഹാൻഡ് ബാഗ് ഇത്രയും ബൾക്കിയാണോ ചോദിച്ചാൽ ആണ് കേട്ടോ. ഞാൻ മിക്കവാറും നല്ല ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുള്ളത് ഇതേ ടൈപ്പ് സാധനങ്ങളാണ്. സ്കൂളിൽ പോകുമ്പോ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബാഗ് അല്ല, അതിൽ വെക്കുന്ന സാധനങ്ങളും അല്ല. ഇതിനകത്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതിനകത്ത്. നമുക്ക് വേണ്ടുന്ന സാധനം മറ്റുള്ളവരെ എടുക്കാതെ സ്വന്തമായിട്ട്. ആക്ച്വലി ഒക്കേഷൻസ് അനുസരിച്ച് ഞാൻ എടുത്ത് ബാഗുകൾ മാറ്റാറുണ്ട് കേട്ടോ. വണ്ടിയിലൊക്കെ മുമ്പ് സ്ലിം ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒക്കേഷൻ അനുസരിച്ചാണ് ഞാൻ ബാഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഹാൻഡ് ബാഗ്. ഇത് ലെതർ ബാഗ്, ഭയങ്കര ഇതൊന്നുമല്ല. ഇത് ഞാൻ എറണാകുളത്ത് ട്രെൻഡ്സിൽ വാങ്ങിച്ച ബാഗാണ്, വിച്ച് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഷോ ചെയ്യാൻ നേരത്ത് ഈ ബാഗ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാം. അമ്മ ബാഗ് ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല വെയിറ്റ്. ലെതർ കൂടെയാണ്, അതിന്റെയും കൂടെ കുറച്ച് വെയിറ്റ് ആയി. അപ്പോ ആദ്യം ഒരായിട്ട് ഞാൻ തന്നെ ഫസ്റ്റിൽ പറയാം. സാധാരണ ആക്രിക്കാരാണ് ഇങ്ങനെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ പുറത്തേക്ക് തൂക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. നമുക്കൊരു ബാഗ് യൂസ് ചെയ്യുന്നത് ബാഗിനുള്ളിലേക്ക് സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ അത്യാവശ്യം എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ വീട്ടില് ഇപ്പം എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകാനായിട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് റെഡി ആയി ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ മിക്കവാറും എന്തെങ്കിലും സാധനം മാത്രം രണ്ടാമത് കാറി കയറിയതിനു ശേഷം രണ്ടാമത് ഓടിപ്പോയി എടുക്കേണ്ടിയൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഹാങ് ചെയ്തിട്ടേ ഉള്ളൂ. മാസ്ക് നമ്മൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യണല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ ബാഗ് തുറക്കാൻ പോകട്ടോ. ഓക്കെ, ആദ്യം തന്നെ എന്റെ കണ്ണിൽ വന്ന ഇത് സാധനമാണ്. ഇത് അമ്മ യൂഷ്വലി ക്യാരി ചെയ്യുന്നത്. ഞാൻ ബാഗിനകത്ത് ഇട്ടേക്കും. ഇത് സ്കൂളിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. അത് കുറച്ച് ആക്രികൾ എല്ലാം കൂടെ ഉണ്ടാവും. അത് കുറച്ചോ? ഇത് നേരെ ആക്രികളാണ്. ഇതൊക്കെ എന്തത്? അത് ക്ലാസ് റൂമിലേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ്. പെൻ എത്ര ആയിരുന്നാലും സമയത്ത് ഒന്നും കിട്ടത്തില്ല. പെൻസില്, ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിന്റെ ബാഗൊക്കെ ഇതുപോലെ ഐറ്റംസ് കൊണ്ട് ഫിൽഡ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാപ്ലർ പിന്നുണ്ട്, സ്റ്റാപ്ലർ സ്കെയില്. ആക്ച്വലി ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഷോ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. എന്നിട്ടും അതിലൊരു പ്രത്യേകതയുണ്ട്. കാര്യം ഇതൊരു പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു പെന്നാണ്. എനിക്കൊരു കുട്ടി എനിക്ക് തന്നതാണ്. എനിക്കത് രസകരമായി തോന്നി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി ഇടയ്ക്ക് തുടങ്ങിയതാണ് അയാള്. അപ്പൊ അതെനിക്ക് തന്നപ്പോ ഞാൻ അതിനെങ്ങനെ സൂക്ഷിച്ച് അതിനകത്ത് തന്നെ ഇട്ടിരുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്നതാണോ? ഫേവറേറ്റ് സ്റ്റുഡന്റ് അല്ല, ഫേവറേറ്റ് സ്റ്റുഡൻസ് ഉണ്ടാവും, പക്ഷെ ഇത് അങ്ങനെ തന്നെയല്ല. ആ കുട്ടി ഉണ്ടാക്കിയപ്പോ എനിക്കൊരു പേന. ആക്ച്വലി ടീച്ചർമാർക്ക് ഭയങ്കര ഫേവറേറ്റിസം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കോളേജുകളിലും കണ്ടിട്ടുണ്ട്, സ്കൂളുകളിലും കണ്ടിട്ടുണ്ട്. ഫേവറേറ്റ് സ്റ്റുഡൻസ് ആക്ച്വലി മോശമാണ്. അത് നമുക്ക് വരും. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് നന്നായിട്ട് പഠിക്കാത്തവരല്ലേ? അല്ല, ചില സ്വഭാവമുള്ള കുട്ടികൾ. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും മിടുക്കന്മാരാവാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് ഇഷ്ടം
കാണിക്കുന്നതും ഒക്കെ കൊണ്ട് ടീച്ചർമാരുടെ പിന്നെ ഫേവറേറ്റ് ട്രൈ ചെയ്യാം. ഞാൻ നോക്കാം. ഇതിനകത്ത് പേഴ്സ് പറഞ്ഞതുപോലെ കുറെ പൗച്ചുകൾ ഇഷ്ടം പോലെ. ഞാൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് കേട്ടോ ബുക്ക് സോറി ബാഗ് കൊണ്ട് നടക്കുന്നത്. ഒരു ഹാൻഡ് ബുക്ക് കരുതിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് എഴുതുന്നത് എനിക്ക് മകൾക്കും ഒക്കെ ഉള്ളൊരു ശീലമാണ്. പക്ഷെ പേന കാണുന്നില്ല. അതിനകത്ത് എവിടെയെങ്കിലും കാണുമായിരിക്കും. ബാഗിനുള്ളിൽ ഞാൻ ബാഗിനുള്ളിൽ ബാഗ് ഒന്നും കൊണ്ടു നടക്കാറില്ല. ഇത് ഞാൻ അമ്മയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. ഇതെന്തിനാ അമ്മ കൊണ്ടു നടക്കുന്നത്? അഴിച്ചെടുക്കുമ്പോഴത്തേക്ക് തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. അല്ല അത് എവിടെയെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കേണ്ടി വന്നാൽ അത് അവളിങ്ങനെ കൊടുത്താണ് അങ്ങോട്ട് ഞാൻ ബാഗിനകത്ത് തന്നെ ഇട്ടേക്കാറുണ്ട്. ആവശ്യം വരുമ്പോ എടുത്ത് യൂസ് ചെയ്യാറുമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത അമ്മയാണോ എടുക്കുന്നത്? അടുത്തത് നമുക്ക് അർജന്റായിട്ടുള്ള സാധനം തന്നെയാണ് പേഴ്സ്. പേഴ്സ് അവളുടെ പേഴ്സിനകത്തൊക്കെ കാശൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. കാശൊന്നുമില്ല. ഞാൻ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്ന ആളാണ്. കാർഡ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ക്യാഷ് അധികം കൊണ്ട് നടക്കാറില്ല. ഒത്തിരി ഉണ്ട്. അത്യാവശ്യം എനിക്ക് പേഴ്സില്ലാതെ ബുദ്ധിമുട്ടാണ്. ഓർഡർ ചെയ്തുക എന്നുള്ളത് അവളുടെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഫുഡ് സഹിതം ഓർഡർ ചെയ്യും. കഴിക്കുന്നത് അത്രയ്ക്കൊന്നും കഴിക്കാറില്ല. അപ്പൊ അത് കഴിക്കുന്നത് കൂടുതലും എനിക്കിഷ്ടമാണ് ഫുഡ്. എന്റെ അച്ഛനും അമ്മേനെയും വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യിക്കുന്ന ഒരു വ്യക്തി ഞാനാണ് കേട്ടോ. കാരണം എനിക്ക് എല്ലാം പരീക്ഷിച്ച് നോക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ആരെത്ര നാൾ ജീവിച്ചിരിക്കുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ പെട്ടെന്ന് തീർന്നു പോകുന്ന ജീവിതം ലൈഫ് ഉള്ളത് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്യാറൊക്കെ ഉണ്ട്. അടുത്ത് പൗച്ച് പറഞ്ഞ കളിയാക്കിയ വ്യക്തിയാണ്. ഇതായിരിക്കും പൗച്ച്. ഇത് 3 സാധനങ്ങളായി, 3 പൗച്ചുകളായി. ഇതൊരു പൗച്ചാണ്. അടുത്ത പൗച്ച്. അപ്പോ ഈ പൗച്ചിൽ എന്തുണ്ടെന്ന് അയ്യോ ഈശ്വര, എന്റെ അമ്മയ്ക്ക് ഇത് ഈ പൗച്ചില്ലാതെ ജീവിക്കാനേ പറ്റില്ല. എന്താണെന്നല്ലേ? അല്ലാതെ പവർ ബാങ്ക് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഒന്ന് എന്ന് മറന്നാലും അമ്മ പവർ ബാങ്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഘടകമായി മാറിയത് എന്റെ ഫോണിൽ ചാർജ് അത്രയ്ക്ക് നിൽക്കുള്ളായിരുന്നു. അപ്പൊ അത് ബാറ്ററി മാറ്റിയിടാൻ എപ്പോഴും അമ്മയ്ക്ക് പവർ ബാങ്ക് അത്യാവശ്യമാണ്. അമ്മയുടെ പവർ ബാങ്ക് ഒരു വർഷത്തിനിടയിലും ഒരു 5-6 പവർ ബാങ്ക് മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പവർ ബാങ്കിന്റെ ഒക്കെ സ്ഥിതി കണ്ട് സഖി കെട്ടിട്ട് എന്റെ നീ മേടിച്ചു കൊടുത്താണ് പവർ ബാങ്ക്. പിന്നെ ഓരോന്നിനും ഓരോ ചാർജർ ഇത്രയും ചാർജേഴ്സ് ഉണ്ട്. അല്ല ഇതൊക്കെ കൊണ്ടു നടക്കുന്ന സമ്മതിക്കണം. എന്റെ സാധനങ്ങൾ ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും. ഐഫോൺ ആണെങ്കിൽ അതിന് വേറെ ചാർജർ യൂസ് ചെയ്യാൻ എളുപ്പത്തിന്. ഹെഡ്സെറ്റ് ആക്ച്വലി മറ്റേ ഹെഡ്സെറ്റുകൾ വയേർഡ് ഹെഡ്സെറ്റ് ഒക്കെ പെട്ടെന്ന് ടാങ്കിൾ ചെയ്ത് പോവാൻ. അപ്പൊ അത് പെട്ടെന്ന് ഇളക്കാനേ നമ്മൾ എത്ര സൂക്ഷിച്ചു വെച്ചാൽ അത് കുരുങ്ങി പിന്നെ അതിനെ നൂത്തെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടില്ല. ആക്ച്വലി അമ്മ ഇത് വണ്ടി പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്റെ ഒരു മോശപ്പെട്ട സ്വഭാവമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് പേര് വഴക്ക് പറയുന്നത്. എനിക്ക് പാട്ട് കേട്ടോണ്ട് സ്കൂട്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് മോശമാണെന്നും എനിക്കറിയാം. വഴക്ക് കേട്ടിട്ടുണ്ടോ അമ്മ? വഴക്കായിട്ട് കേട്ടിട്ടില്ലെങ്കിലും വഴക്കിന്റെ മോൻ ചിലപ്പോ ശീലം മാറ്റേണ്ടതാണ്. മാറ്റേണ്ട ശീലങ്ങളൊക്കെ മാറ്റുക. ഈ ബാഗിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം വന്നിട്ടുണ്ട്. അമ്മ ഇനി ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അമ്മയുടെ നേരത്തെ പറഞ്ഞതല്ലേ, ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്ത് മാറ്റിക്കൂടെ? ഒരു സംഭവം അതിനകത്ത് ഇതുവരെ നോക്കിയിട്ട് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ആവശ്യം വന്നില്ല. ഒത്തിരി ലോങ് ആയിട്ട് ഇടാനാണ്. അതെനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കൊണ്ടു നടക്കാത്ത സാധനം കുടം. ഞാൻ എവിടെ കൊണ്ടുപോയാലും കളയാറുണ്ട്. എന്നെ പോലെ കുട കളയുന്നവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മിക്കവാറും കൊണ്ട് കളയാം. ക്ലാസ് റൂമുകളിലേക്ക് പോകുമ്പോ നമ്മൾ ഇറങ്ങി പോകുമ്പോ മഴയൊക്കെ ആണെങ്കിൽ അത് വെയിലാണെങ്കിലും ഞാൻ കൊണ്ടു നടക്കാറില്ല കേട്ടോ. വെയിൽ എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇഷ്ടം പോലെ കുട ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം സൂക്ഷിച്ചിട്ടില്ല. പലതും പല സ്ഥലത്തും വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ സൂക്ഷിക്കില്ല. ഇല്ല, അവന് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കും. ഒരു കുട വാങ്ങിച്ചു കൊടുത്താൽ വർഷങ്ങളോളം യൂസ് ചെയ്തോളൂ. ഇനി എന്റെ ബാഗിൽ നിന്ന് എടുക്ക്. ഇതൊരു ആവശ്യമുള്ള സാധനമാണ്. നമുക്ക് ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇത് ഞാൻ ഞാനല്ല, തണുത്ത വെള്ളവും ഞാൻ ഉപയോഗിക്കും. ഞാൻ സാധാരണ ഒരു ഫ്ലാസ്ക് അല്ല 2 ഫ്ലാസ്ക് ഒക്കെ വെച്ചേക്കും. ചൂടുവെള്ളം ഒന്നില്ല, തണുത്ത വെള്ളമൊക്കെ ഒന്നില്ല.
ഇനി അടുത്ത സാധനത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് ഓർഗനൈസ്ഡ് ബാഗ് ഒന്നും അല്ല കേട്ടോ, വലിച്ചു വരെ ഇട്ടേക്കുന്ന പറക്കി പറക്കി എടുക്കാം. ഫസ്റ്റ് എന്റെ കയ്യിൽ വന്ന സാധനമാണ് ഷെയ്ഡ്സ്. ഷെയ്ഡ്സ് എനിക്കും അമ്മയുടെ ഒരു വീക്ക്നെസ് ആണ്. ഷെയ്ഡ്സ് ഇഷ്ടമാണ്. കാറിലിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഷെയ്ഡ്സ് വെക്കാൻ തോന്നുന്നത് നൈറ്റിൽ ഞാൻ വെക്കാറുണ്ട്. ഞാൻ തന്നെ വിചാരിക്കും ഈശ്വര ആൾക്കാർ കണ്ടാൽ ഈ പെങ്കൊച്ചിന് വട്ടാന്ന് വിചാരിക്കുമല്ലോ ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാലും എനിക്ക് ഷെയ്ഡ്സ് ഞാൻ രാത്രി ഒന്നും വെക്കാറില്ല, പകല് വെയിലത്ത് പോകുമ്പോൾ മാത്രമേ വെക്കുള്ളൂ. എടുത്ത സ്ഥിതിക്ക് വെച്ചേരും. ആഹാ സൂപ്പർ. അതെ അമ്മ, ഇങ്ങനത്തെ വെറൈറ്റി ഷെയ്ഡുകൾ അമ്മ എന്തെങ്കിലും ഒരു വെറൈറ്റീസ് കാണിക്കാറുണ്ട്. ഒരുപാട് സാധനങ്ങൾ അമ്മ വാങ്ങിക്കാറില്ലെങ്കിലും അമ്മ വാങ്ങിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും വെറൈറ്റീസ് അമ്മ തന്നെ ആഡ് ഓൺ ചെയ്യാറുണ്ട്. സോ ഷെയ്ഡ് ആക്ച്വലി കോമ്പ് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഉടക്കിറക്കാനുള്ളൂ, മുടിയിൽ ഉടക്ക് വന്നു കഴിഞ്ഞാൽ അതിട്ട് ആണ് ഇറക്കാറുള്ളത്. അമ്മ ഞാൻ കോമ്പ് കൊണ്ട് കിടക്കാറില്ല. അമ്മ എനിക്ക് തരാറേ ഇല്ലല്ലോ കോമ്പ്. ഇല്ല, ചെയ്യുന്നത് എല്ലാരും ഒരേ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ചെയ്യുന്ന സാധനത്തിന് മാത്രമല്ല കേട്ടോ, എന്ത് സാധനങ്ങളായാലും ഇപ്പൊ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ, എന്റെ സാധനം തരത്തില്ല. ഭയങ്കര സെൽഫിഷ് ആണ് കാര്യത്തില്. അതെന്തുകൊണ്ടാണ് അവള് ഏത് സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും പോയി എന്ന് കരുതിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അല്ലാതെ ഒരെണ്ണം തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ടാണ് അടുത്തത്. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പോകാറുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ആരെന്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാണ്. ഇതെന്റെ ഫേവറേറ്റ് ആണ് റെയ്ബാൻ. ഞാൻ വെച്ചേക്കാം, കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്നൊന്ന് കമന്റ് ചെയ്തേക്കട്ടെ, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിങ്ങനെ ഗോൾഡൻ ഫ്രെയിം ഇഷ്ടമാണ്, എനിക്കിഷ്ടാട്ടോ. ഇനി അടുത്ത് എടുക്കാൻ പോകുന്നത് വേറൊരു കണ്ണാടി. ഇത് അമ്മയ്ക്ക് ഐസൈറ്റിന് റീഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണ്. ഇതിനൊരു സ്റ്റോറി ഇല്ലേ അമ്മ? വലിയ സ്റ്റോറി അല്ല, ഞാനിത് റോസ് ഓപ്റ്റിക്കൽസ് വാങ്ങിച്ചതാണ്. അപ്പോ അതും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ എന്റെ വീട്ടിലെല്ലാരും വഴക്ക് പറഞ്ഞു, ഇത് വെച്ച് കഴിഞ്ഞാൽ എന്റെ വയസ്സിനേക്കാളും ഒരു 10-15 വയസ്സെങ്കിലും കൂടുതൽ തോന്നിക്കും എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെ തോന്നിക്കോട്ടെ. അപ്പൊ അതും ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ പക്ഷെ ഒരു പ്രൊഫസർ ലുക്കും ഒരു ടീച്ചേഴ്സിന്റെ This is my makeup pouch. Cleanser. ഞാൻ നല്ല പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്താണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചൂസ് ചെയ്താണ് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് റിവ്യൂസ് ഒക്കെ ചെയ്ത് ഇടുന്നതായിരിക്കും. പിന്നെ മോയ്സ്ചറൈസർ ഒബ്വിയസ്ലി എല്ലാവരും യൂസ് ചെയ്യും. ജീവിതത്തിൽ എനിക്ക് ഇതില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൺസ്ക്രീൻ. കാര്യം ചെറുതായിട്ട് വെയിലടിച്ചാലും ദേഹമൊക്കെ ചുമന്ന് അത് പൊള്ളുന്ന പോലെ ഒരു ഉണ്ട്. നമ്മള് സ്കൂട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, ആ ഭാഗം ചൊറിഞ്ഞ് തടുക്കുകയൊക്കെ ചെയ്യും. ഇതില്ലാതെ പ്രയാസം തന്നെയാണ്. ഇതെന്താ സാധനം? ഹാൻഡ് ക്രീം. അങ്ങനെ ഒരു ക്രീം ഉണ്ടായത് ഇതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. നല്ല മണം. യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ലേ? ഇല്ല, ആക്ച്വലി എന്റെ കൈ മറ്റേ ഡ്രൈ ഒന്നും അല്ല, എപ്പോഴും വെറ്റ ഹാൻഡാണ്. പക്ഷെ ഇതിന് മണം എന്ന് പറഞ്ഞാൽ അയ്യോ സൂപ്പർ മണമാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഒരു റോസ് വാട്ടർ ഫ്ലേവർ ഒക്കെ വരുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് കൊണ്ട് നടക്കുന്നതാണ്, അല്ലാതെ എനിക്ക് ആവശ്യം വരാറില്ല. ഇത് രണ്ടും ഇത്രയും സാധനങ്ങൾ ഞാൻ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. ഇതിന്റെ ഒരു സാധനങ്ങളുണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ ലിപ് ബാം. ബീട്രൂട്ടിന്റെ ലിപ് ബാം ആണ്. ഒരു സ്മെല്ല് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല ചില സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം അവളുടെ അച്ഛന് കുളിക്കാൻ സോപ്പ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് അവളൊരു സോപ്പ് എടുത്ത് കൊടുത്ത് പുള്ളിയെ വലിയ കാര്യമായിട്ട് കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാനിത് അറിയാതെ ഒന്ന് കുളിച്ചു പോയി, ഇനി എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സോപ്പ് തരാമോ? ഒരു മണമില്ല, ഇത് കരിക്കട്ട തേച്ചതുപോലെ. ആക്ച്വലി അത് ചാർക്കോളിന്റെ സോപ്പാണ്. ചാർക്കോളിന്റെ സോപ്പ് പിന്നെ ചാർക്കോൾ തേച്ച പോലെ ഇരിക്കുള്ളൂ. ആക്ച്വലി അത് ഒറിജിനൽ സോപ്പാണ് അതിന്റെ തന്നെ.
അച്ഛൻ പിന്നീട് ഒരു കോമഡി അടിച്ചു അതിന്റെ ഇടയിൽ. അച്ഛൻ പുതിയൊരു സോപ്പ് വാങ്ങിച്ചു, ഒന്നും ഞാൻ കുടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ഗുഡ് സോപ്പാണിത്. പക്ഷെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു സ്മെല്ലും അതിനൊരു പതയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തേക്കുമ്പോൾ സുഖം എനിക്ക് തോന്നാറുള്ളത്. അടുത്തത് ഫേസ് വാഷ്. ഇത് ഞാൻ അമ്മയ്ക്ക് സജസ്റ്റ് ചെയ്തതല്ലേ, യൂസ് ചെയ്യാറില്ലായിരുന്നു. അവൾ പറഞ്ഞതിന് ശേഷം കുറച്ച് ഫാമിലിയിലെ അമ്മയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ, നല്ലതാണ്. പക്ഷെ യൂസ് ചെയ്യാൻ കുറവാണ്. എന്റെ അനിയനൊന്നും ബൾക്കായിട്ട് ഇതുപോലെ ബാഗിലൊന്നും സാധനം കൊണ്ട് നടക്കാറില്ല. അവൻ ചോദിച്ചാൽ അമ്മ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചാലേ തരാതേ ഉള്ളൂ. അവൻ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്തത് അമ്മയുടെ ഫേവറേറ്റ്, ഈയോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് പെർഫ്യൂം. നല്ല നല്ല എനിക്ക് പെർഫ്യൂം ഞാൻ അധികം യൂസ് ചെയ്യുന്ന ആളല്ല, എന്നാലും ഞാൻ പെർഫ്യൂം കൊണ്ടു നടക്കാറുണ്ട്. വലുതായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ചില പെർഫ്യൂമിന്റെ സ്മെല്ല് നല്ല പെർഫ്യൂമാണ്. ചുരുക്ക് സ്മെല്ല് ഉണ്ടാവും, പ്രയാസമാണ്, നല്ല പാടാം, തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പെർഫ്യൂമുള്ള പെർഫ്യൂമാണ്. ചാക്ക് പോലത്തെ സാധനത്തിലൊക്കെ ഇട്ടേക്കാണ്. അതിന്റെ വേഡിക്സിന്റെ പ്രോഡക്റ്റ് വന്ന ചാക്കാണ്. ഇത് നല്ല പെർഫ്യൂം. ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു 2 വർഷം മുമ്പ് ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു ഫ്രണ്ട് ഞാൻ ധരിച്ചതിന്റെ മണം ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിക്കാർക്ക് ഞാൻ ഒരെണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാട്ടോ പെർഫ്യൂം, നല്ല നല്ല ഫ്രാഗ്രൻസ്. ഇത് അതിനേക്കാളും നല്ലതാണ്. കാര്യം ഇത് മാറ്റി ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇത് കുറച്ചുകൂടി നല്ലതായതുകൊണ്ടായിരുന്നു. സ്കൂളിൽ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട് ഏത് പെർഫ്യൂം ആണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അമ്മയുടെ പേന വന്നിട്ടുണ്ട് കേട്ടോ, ബുക്ക് പെൻ. ഒബ്വിയസ്ലി ഒരു ടീച്ചറിന് അത്യാവശ്യമാണ് ബുക്കും പേനയും. ഒരു ബുക്കും പേനയുണ്ട്. ഇത് നല്ലത് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന സാധനമാണ്. വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൊടിയൊക്കെ മൊത്തമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് നല്ല ഉപയോഗമുള്ള സാധനം, വളരെ നല്ല സാധനം. ഇതിപ്പം ഞാൻ യൂഷ്വലി എടുക്കാറുണ്ട്. ഇൻ കേസ് ഞാൻ എടുത്തില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു സ്പെയർ അമ്മയുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. സോ അതിന്റെ ഒരു ആ ഒരു കാര്യത്തിൽ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല പോക്കറ്റിലൊക്കെ ഇട്ട് നടക്കാം. അപ്പൊ ഇതാണ് അമ്മയുടേത്. നമ്മൾ സാധാരണ പോക്കറ്റ് സ്പ്രേ ഉണ്ടായിരുന്നു, അത് അതിനകത്ത് നല്ല സ്മെല്ലല്ല. ഇതും അമ്മയുടെ ഒരു മെയിൻ ഐറ്റം ആണ്. ഇത് കൊറോണ പീരീഡിൽ സാനിറ്റൈസർ മുമ്പ് സാനിറ്റൈസർ മുമ്പ് ഉപയോഗിക്കുമായിരുന്നു. കാര്യം ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന വെച്ചാൽ എനിക്ക് ഈ ചോറ് കൊണ്ട് കഴിഞ്ഞ് നമ്മളെല്ലാം സ്മെല്ല് കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് കയ്യിൽ തെച്ചിട്ട് അങ്ങനെ തേക്കാറുണ്ടായിരുന്നു. അത് ഇതുപോലത്തെ സാധനമായിരുന്നു അന്നൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതൊക്കെ ഇത് മുമ്പേ ഉണ്ടായിരുന്നു ഡെറ്റോളിന്റെ. പിന്നെ ഇതുപോലത്തെ സാധനം നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. യാഡ്ലിയുടെ ഹാൻഡ് സാനിറ്റൈസർ ഹാൻഡ് വാഷ്. ഇത് തിരിഞ്ഞു കൊടുത്തില്ല, ഓൾമോസ്റ്റ് സെയിം ആയിട്ടിരിക്കുന്നു. തീർന്നിട്ടില്ല. അടുത്ത സാനിറ്റൈസർ എക്സ്ട്രാ വന്നതായിരിക്കും. ഇതിനകത്ത് അയ്യോ, പേഴ്സ് കൊള്ളാത്തോണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ബാഗിനകത്ത് ഇട്ടിട്ടേക്കുന്നത്. പിന്നെ വീണ് പോയിട്ടുണ്ടാവും. അത് നല്ല ക്രീമാണ്. ഇത് ഒലയുടെ ഡേ ക്രീമാണ്. അമ്മ നല്ല ക്രീമാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എമർജൻസി ഉപയോഗിക്കാം. പിന്നെ ഇത് അത്യാവശ്യമുള്ള ഒരു സാധനം കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഇത് ന്യൂയുടെ പാഡാട്ടോ. ഇത് നമുക്ക് കളയാനൊക്കെ ഈസിയാണ്. സോ അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ആക്ച്വലി ഗേൾസിനെല്ലാം ഇത് വുമൻസ് ലേഡീസിനെല്ലാം അത്യാവശ്യമാണ് പാഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് പുറത്ത് പറയുന്നതിന് വിഷമമൊന്നും ഇല്ലല്ലോ. ആക്ച്വലി നമുക്ക് വേണം. ഇത് ക്ലാസ് റൂമിൽ തന്നെ പലർക്കും ആവശ്യം വരാം. അത്യാവശ്യത്തിന് പാഡ് കൊണ്ട് നടക്കുന്ന നമുക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നല്ലതാണ്. സോ ഇനി അടുത്തത് ഇത് അമ്മയുടെ ട്രേഡ് ട്രേഡ് സീക്രട്ട്, ട്രേഡ് മാർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇത് അമ്മയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറെ ആരും ഇത് ഒത്തിരി യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇതിന്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള സാധനം അടിച്ചു മാറ്റിയാലോ ക്ലാസ്. ഞാൻ മുടി ചൂടൊക്കെ ആവുമ്പോഴത്തേക്ക് സ്കൂൾ ക്ലാസ്സിനകത്താണെങ്കിൽ ഇത് കുത്തി ചെല്ലുമ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കും, ടീച്ചർ പേരെയാണോ തലയിൽ കുത്തിയേക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്.
പിന്നെ ഊരി കാണിക്കാൻ പേനയെല്ലാം ഇത്. പിന്നെ ഒരു ക്ലിപ്പ്, ഒബ്വിയസ്ലി ഒരു ക്ലിപ്പ് ഉണ്ടാവും അവരുടെ കയ്യിലായാലും. പിന്നെ ഇത് ഡിയോഡറന്റ് അണ്ടർആംസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒറ്റയടിക്ക് വന്നു. ഐലൈനർ, ഇതും ഐലൈനറാണ്. ഇത് അമ്മയുടെ ഫേവറേറ്റ് ആണ്, ഈ സ്റ്റിക്ക് ലൈക്ക് ഐലൈനർ. കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് ഐലൈനർ യൂസ് ചെയ്ത് തുടങ്ങിയത്. കാജൽ, പിന്നെ ടാബ്ലറ്റ് അമ്മ, എനിക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നം. അച്ഛനൊന്നും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ടാബ്ലറ്റ്സ് എന്തിനും ഏതിനും കഴിക്കുന്നതൊന്നും. പക്ഷെ അമ്മ യൂസ് ചെയ്യാറുണ്ട്. അയ്യോ തീർന്നില്ലേ. ഇതെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത് ഉപയോഗിക്കുന്നതിനോട് എന്റെ വീട്ടില് ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല. ആക്ച്വലി അച്ഛന് ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അല്ലാതെ ഞങ്ങൾ വലുതായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ ഒരു സന്തോഷം, ലിപ്സ്റ്റിക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള സന്തോഷം. ആക്ച്വലി ഇത് കാണുവാണെങ്കിൽ അച്ഛൻ സീരിയസ്ലി എന്നെ വഴക്ക് പറയാനായിട്ട് ഞാൻ കോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്മല്, ഇത് കാതിൽ ഭാഗ്യത്തിന് കമ്മലുണ്ട്. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോ അവളുടെ കാതിൽ കമ്മൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, ഒരു കമ്മൽ ഇട്ടൂടെയും ചോദിക്കുമ്പോ ബാഗിനകത്തുണ്ടെന്ന് പറയാം. ആ സാധനം ആക്ച്വലി ഞാൻ ബാഗിൽ ഇടാൻ വേണ്ടി വെച്ച് മറന്നുപോകും. അതുകൊണ്ട് സ്പെയർ ഞാൻ ഓർമ്മ എപ്പോഴും ബാഗിൽ ഇട്ടേക്കാറുണ്ട്. ഇത് ഹെയർ ബാൻഡ്. ആ അമ്മയുടെ പേഴ്സ് വന്നിട്ടുണ്ട്. ആ കാർഡിന്റെ സെക്ഷനാണ്. ഒരു കാർഡ് അല്ല, ATM കാർഡ് യൂസ് ചെയ്യേയില്ല. ATM കാർഡ് അതൊരു വെറൈറ്റി ആയിക്കോട്ടെ. എല്ലാവരും ഞാൻ ഇതുവരെ അതൊക്കെ വീണു. എന്റെ കയ്യിൽ പെയിൻ ആണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഓക്കെ എക്സെട്ര എക്സെട്ര. ക്യാഷ് ഇല്ല. പിന്നെ കുറെ ബിൽ എമൗണ്ട്സ്, സെറ്റ് ഓഫ് പേനാസ് ഉണ്ട്. ടീച്ചറിന്റെ ബാഗിൽ പേന ഉണ്ടാവും എന്നുള്ളതിന്റെ തെളിവാണ്. ഒരുപാട് പേന ഉണ്ട് കേട്ടോ. ഇപ്പൊ 2-3 പൗച്ചിലായിട്ട് ഞാൻ ഒരുപാട് പേന എടുത്തിട്ടുണ്ട്. അത് ഇത് ശിവസോത്ര എഴുതിയൊരു ബുക്കാണ്. ഉപയോഗിക്കാറില്ല, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാതെ. ഇത് ആക്ച്വലി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ടെമ്പിളിൽ പോയപ്പോ വാങ്ങിച്ചതാണ്. ഈ ബാഗിൽ നിന്ന് എടുത്തു മാറ്റാൻ മറന്നുപോയതാണ് കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെ വായിച്ച് അങ്ങനെ ചെയ്യാറില്ല. ഇത് ആക്സിഡന്റലി വന്നുപോയതാണ്. ഇത് അമ്മയുടെ പൗച്ച്. ഇതിനകത്ത് അമ്മയുടെ 2 പൗച്ച്. നമ്മുടെ ഒന്ന് ഫേവറേറ്റ് എന്റെ ബ്രാൻഡ്. അതുകൊണ്ട് അമ്മ അത് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാനിപ്പോ അമ്മയുടെ ഇതിൽ ചാർജ് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പോക്കോടെയാണ്, നല്ല ഫോണാണ്. ചാർജ് നിൽക്കുന്നുണ്ട് പോക്കോടെ. സോ അതാണ്. അപ്പൊ അത് തീർന്നു. അടുത്തത് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ആക്ച്വലി ഈ ബുക്ക് ബാഗിൽ വന്നതിനൊരു കഥയുണ്ട്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്കാണ്. ഞാൻ ബുക്ക് ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളൊന്നുമല്ല. അത് ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഡോണ്ട് ലൂസ് യുവർ മൈൻഡ്, ലൂസ് യുവർ വെയിറ്റ്. രുചിത ദിവാകറിന്റെ ബുക്കാണ്. കരീന കപൂറിന്റെ ഡയറ്റീഷ്യന്റെ എഴുതിയ ബുക്കാണ്. സോ ഇത് ഡയറ്റ് പ്ലാനിനെ കുറിച്ച് നമുക്ക് അറിവുള്ള ഒരുപാട് അൺനോൺ ആയിട്ടുള്ള വെയിറ്റ് ലോസിനെ കുറിച്ചുള്ള ജേർണീസ് പറഞ്ഞിരിക്കുന്ന ബുക്കാണ്. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. ഇൻ കേസ് എനിക്ക് കുറെ ആണെങ്കിൽ എന്റെ സീക്രട്ട് ഞാൻ വെളിവാക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഒരു വായിച്ച് മനസ്സിലാക്കിയ ഒരു ഡയറ്റീഷ്യൻ എങ്ങനെ ഓരോ സിറ്റുവേഷനിൽ ആക്ച്വലി ഓരോരുത്തരുടെ ഡയറ്റ് പ്ലാൻസ് പോലും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. ഇറ്റ് ഈസ് എ നൈസ് ബുക്ക്. ഇത് വായിച്ചാൽ മാത്രം വെയിറ്റ് ലോസ് വരുമെന്ന് എനിക്കറിയാൻ വയ്യ. അല്ല, വായിച്ചാൽ കുറച്ച് നോളേജ് കിട്ടും. ഫ്ലാസ്ക്. ബാഗിനകത്ത് ഇട്ടേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും പിന്നെ ഒരു കവറിലുണ്ട്. ഉപയോഗിക്കൂല, എന്നാലും അത് ബാഗിനകത്ത് കിടക്കുന്ന സാധനം. ഒരു ബോക്സ് കണ്ടിട്ടാ പേന ഉണ്ട്. ഫൈനലി എന്റെ ബാഗിൽ പേന കിട്ടിയിട്ടുണ്ട്. അത് ഓർഗനൈസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു പൗച്ച് എടുക്കാൻ വയ്യാത്തോണ്ടാട്ടോ അതങ്ങനെ ഇട്ടത്. ഇതെനിക്ക് എന്റെ അച്ഛൻ തന്നതാണ്, ഒരു സെന്റിമെന്റൽ പെൻ. അതുകൊണ്ട് ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇത്
വളരെ ഉപയോഗകരമായിട്ടുള്ള സാധനം. ഇതിനെ പറ്റി ഇത് സ്പീക്കറാണ്. ഇത് JBL ഇൻഫിനിറ്റി ആണ്. നമുക്ക് കൊണ്ടു നടക്കാം, ഈസിയാണ്. അപ്പൊ ഞാൻ ഈ ദീപാവലി സെയിലില് വാങ്ങിച്ചതാണ്. സോ യൂസ്ഫുൾ. ഞാൻ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ സ്പീക്കറിൽ തന്നെ ലൗഡ്ലി കേൾക്കാറാണുള്ളത്. സോ ഒരു ഇത് ഈ അടുത്ത കാലത്തായിട്ട് കാട്ടിലേക്ക് ഒന്ന് ചെറുതായിട്ട് ടിയർ ഉണ്ടായിരുന്നു. അപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടു നടക്കുന്നത്. ഇത് പുതിയതായിട്ട് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത സാധനമാണ് കേട്ടോ. ഇത് എനിക്ക് എന്റെ കാണാതെ പോയ സാധനം ഇപ്പൊ കണ്ടിരിക്കും. ഇത് കാണാതെ പോയതൊന്നല്ല. ഇത് എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഓരോന്ന് മോനും കൊടുത്തു, 2 മൂക്കും കൊടുത്ത്. അതിനുശേഷം ഞാൻ പിന്നെ നോക്കുമ്പോ എന്റെ കയ്യിൽ 3 ഉണ്ടായിരുന്നു. 3 സ്ഥലത്ത് പ്ലഗ് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ, ബാക്കി 2 കാണാനില്ലായിരുന്നു. ആക്ച്വലി ഇത് എന്റെ തന്നെയാ. ഇത് അവളുടെ തന്നെയാന്ന് വെച്ചാൽ അവളുടെ ചിലപ്പം കളഞ്ഞു പോയിട്ടുണ്ടാവും. വീണ്ടും എന്റെ തന്നെ എടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല പറയുന്നോണ്ട് എന്നോട് പറയുന്നതാണ്. ആക്ച്വലി ഇത് എന്റെ തന്നെയാ. ഞാൻ ഇത് എന്റെ ബാഗിൽ പിന്നെ എന്തൊക്കെ കിട്ടാൻ ഇത് കൊണ്ടുപോകും. ബ്രഷ്. അമ്മ അത് നമ്മൾ മറന്നു പോവില്ലേ? ഇപ്പൊ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാണെങ്കിൽ നമ്മൾ മറന്നു പോലെ. എമർജൻസിക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിലോ വൃത്തിക്കിരിക്കുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ വീട്ടിലായതുകൊണ്ട് അമ്മയുടെ ഇത്രയും പ്ലഗ് പോയിന്റ് ഉള്ള സ്ഥിതിക്ക് ഞാൻ കൊണ്ടുവന്ന് അതിനകത്ത് കുത്തിയിടാറാണ് പറ്റുന്നത്. എന്റെ ഫോണിന്റെയും അമ്മയുടെ ഫോണിന്റെയും സെയിം ചാർജറാണ്. അതുകൊണ്ട് എക്സ്ട്രാ മാസ്ക് ആട്ടോ ഇത്. ഓൾറെഡി മാസ്ക് എടുക്കാറുണ്ട്. എക്സ്ട്രാ മാസ്ക്. ഇനിയിപ്പോ ഇൻ കേസ് ആരെങ്കിലും മാസ്ക് എടുക്കാൻ മറന്നു പോയെങ്കിലും പോകും. സോ അത് അമ്മ ഓൾമോസ്റ്റ് അല്ല വാങ്ങിയിരുന്നു. നമ്മുടെ ബാഗ് ഇവിടെ കഴിഞ്ഞു. ഫിനിഷ്. കണ്ടോ, ഇത്രയും സാധനങ്ങൾ എന്റെ അമ്മ കൊണ്ടുപോകാറുണ്ട്. ഞാൻ കുറവൊന്നുമല്ല, പക്ഷെ ഞാൻ അത് തിരിച്ച് ആ ഒരു അടുക്കിൽ വെച്ചത് കണ്ട് അതിങ്ങനെ ഇരിക്കും. അല്ല, ഞാൻ അടുക്കി ബാഗിൽ വെച്ചോണ്ടല്ല, അടുക്കിന്നത് ഓർഗനൈസ് ചെയ്ത് വെച്ചോണ്ടാട്ടോ ഇത്രയും കുറവ്. ശരി, ഞാനും ഇത് മാക്സിമം അടുക്കി വെച്ചേക്കാണ്. എനിക്ക് വിശാലമായിട്ടൊക്കെ വെക്കാം, പക്ഷെ ഞാൻ മാക്സിമം അടുക്കി വെച്ചേക്കാണ്. അപ്പോ ഇതുപോലെ ഹാൻഡ് ബാഗ് സീക്രട്സ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എനിക്ക് മെയിൽ അയക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ അറിഞ്ഞൂടാത്തല്ല, ഞങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ അത് യൂസ് ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് മറ്റൊരാളുടെ ബാഗിൽ എന്താ ഉള്ളതെന്ന് അറിയുന്നത്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നാറുണ്ട്. സോ അത് ഒബ്വിയസ്ലി നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഇന്ന് തന്നെ അമ്മ എന്നെ ബലമായിട്ട് പിടിച്ചിരിക്കുന്നതാണ്. ഒരു വീഡിയോ ചെയ്തേ പറ്റൂ. എത്ര നാളായി വീഡിയോ ചെയ്തിട്ട് എന്തേലും ഒരു വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ അമ്മ എന്നെ പിടിച്ചിരുത്തി ചെയ്യിപ്പിക്കുന്നതാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോ അപ്പോ എല്ലാവർക്കും ദീപാവലി വിഷസ്. ഹാപ്പി ദീപാവലി ടു എവ്രി വൺ. അപ്പോ ഞങ്ങള് ബൈ പറയാണ്. ടാറ്റാ.